എവ്രിവൺ. ഇഗ്നോ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നൽകുന്ന അവരുടെ പ്രോഗ്രാമുകൾക്ക് നൽകുന്ന കോഡ് അല്ലെ. അതായത് അവരുടെ പ്രോഗ്രാമിന് ചില ചുരുക്ക പേരുകൾ നൽകാറുണ്ട്. ഫോർ എക്സാമ്പിൾ BSOC, അവരുടെ പേപ്പറുകളുടെ പേരുകൾ പലപ്പോഴും BSOC, BANS, BPACH, BAG എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോഡ് വരാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആക്ച്വലി എന്താണ് ഈ കോഡ്, ഇതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇഗ്നോ യൂണിവേഴ്സിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്ന 4 ഇയർ പ്രോഗ്രാംസുകൾക്ക് നൽകുന്ന ഒരു ചുരുക്കപ്പേരാണ് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ BSOC എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി ആണ്. അപ്പൊ സോഷ്യോളജിയിൽ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികൾ അവരുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BSOC എന്നാണ്. ഇനി BAG എന്ന് പറഞ്ഞാൽ ജനറൽ ബാച്ച്, അതായത് BA ചെയ്യുന്ന ജനറൽ ബാച്ചുകളെ മെൻഷൻ ചെയ്തിട്ടാണ് BAG എന്ന കോൺസെപ്റ്റ് എന്ന കോഡ് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നാണ് BANS, അതായത് ആന്ത്രപ്പോളജിയിൽ ഓണേഴ്സ് ഡിഗ്രി ചെയ്യുന്ന കുട്ടികളുടെ പേപ്പർ കോഡും അതേപോലെ തന്നെ പ്രോഗ്രാം കോഡാണ് BANS എന്ന് പറയുന്നത്. BPACH എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ പേപ്പറുകളുടെ കോഡാണ്, പ്രോഗ്രാംസിന്റെ കോഡാണ് BPACH. ഇത്തരത്തില് ഇഗ്നോ യൂണിവേഴ്സിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾക്കും പേപ്പറുകൾക്കും ഇത്തരത്തിലുള്ള ചുരുക്ക പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇപ്പൊ നമുക്കിപ്പോ സെമസ്റ്റർ വൈസ് ഇനിയിപ്പോ ഇയർ വൈസ് ഒക്കെ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് 2 സെമസ്റ്ററും ഒരുമിച്ച് എഴുതുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് പല പേപ്പേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതാനുണ്ടാവും. അപ്പം ടൂറിസം ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് അതൊരു കോമൺ പേപ്പർ ആണ്. അതിന്റെ ഒരു ചുരുക്കനാമം എന്ന് പറയുന്നത് വേറെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ അതിനൊരു നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ BSOC 106, BSOC 105 എന്നൊക്കെ പറയുന്നത് ഓരോ പേപ്പറിന്റെ പേരാണ്. പക്ഷെ ആ BSOC എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് ഏത് കോഴ്സാണ്, അത് 4 ഇയർ ആണോ 3 ഇയർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. BAG എന്ന് പറയുമ്പോൾ അത് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ജനറൽ ആണ് അല്ലെ, ജനറൽ ബാച്ചുകാർക്ക് ഉള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കോഡുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി അവരുടെ പ്രോഗ്രാമുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ ഇഗ്നോ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കണക്ട് ചെയ്യാം. കാരണം ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള നിങ്ങൾക്ക് ലൈവ് നോട്ട്സും ഷോർട്ട് നോട്ട്സും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി കിട്ടും. യെസ്, ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് us. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.